അത്തരം ഒരാൾ മന്ത്രിസഭയിൽ തുടരുന്നത് ശരിയാണോ എന്നുള്ള ക്വസ്റ്റ്യനാണ് നാട്ടുകാർക്ക് എല്ലാവർക്കും അറിയാം. വളരെ ഗുരുതരമായ അലിഗേഷൻസ് ആണ് പറഞ്ഞിരിക്കുന്നത്. ഞാൻ ആ ആരോപണങ്ങളുടെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. കാരണം ആ ആരോപണങ്ങളിലെ ചില വരികൾ വളരെ അപകടകരമായ ഒഫൻസിലേക്കാണ് പോകുന്നത്. ഞാനതിലെ വിശദാംശങ്ങൾ പോകുന്നില്ല. അത് പോലീസ് പരിശോധിക്കേണ്ട കാര്യമാണ്. അവിടെ എന്താ നടന്നതെന്ന് പോലീസ് അന്വേഷണത്തിൽ പരിശോധിക്കേണ്ട കാര്യമാണ്. വളരെ ഗുരുതരമായ ചില പ്രശ്നങ്ങൾ അവിടെ ഉണ്ടായിട്ടുണ്ട്. ഗുരുതരമായ ഒഫൻസ് അവിടെ ഉണ്ടായിട്ടുണ്ട്. അത് പോലീസ് അന്വേഷണത്തിനുള്ളിലാണ്. പോലീസ് അന്വേഷണവും നടക്കണം. അതുപോലെ തന്നെ മന്ത്രിയെ രാജിവെക്കാൻ ആവശ്യപ്പെടണം, അല്ലെങ്കിൽ അദ്ദേഹത്തെ മന്ത്രിസഭയിൽ നിന്ന് പുറത്താക്കണം. ഇല്ല, അപ്പോൾ ഈ മുഖ്യമന്ത്രി കുടിച്ചുകൊണ്ടിരുന്ന മറ്റേ ഒരു കപ്പുണ്ടല്ലോ, ആ കപ്പ് വീണ് ഉടഞ്ഞു പോയെന്നാണ് ഞാനിപ്പോൾ കരുതുന്നത്. ഇനി ആ കപ്പുമായിട്ട് വരരുത് കേരളത്തിലെ ജനങ്ങളുടെ മുമ്പിൽ, അല്ലെങ്കിൽ കളിയാക്കരുത്. ഇനി ആ കപ്പ്, ഇതുപോലത്തെ കപ്പുമായിട്ട് മുഖ്യമന്ത്രി വരരുത്. മുഖ്യമന്ത്രി ആ കപ്പുമായിട്ട് പിടിച്ചു നിൽക്കുന്ന പടമായിരിക്കും ഞങ്ങളുടെ പ്രചരണത്തിൽ ഏറ്റവും കൂടുതൽ ഞങ്ങളിനി ഉപയോഗിക്കാൻ പോകും. ആ കപ്പും പിടിച്ചുകൊണ്ട് നിൽക്കുന്ന നിപ്പുണ്ടല്ലോ, ഇതൊക്കെ പി ആറിനുള്ള, നമുക്ക് ഫ്രീ ആയിട്ടൊരു പി ആറിനുള്ള ഒരു മെറ്റീരിയൽ കിട്ടി. അതുകൊണ്ട് ആ കപ്പുമായിട്ട് പിടിച്ചുകൊണ്ട് നിൽക്കുന്ന നിപ്പുണ്ടല്ലോ, ഇതൊക്കെ കാര്യത്തോട് അടുക്കുമ്പോൾ ഇവരുടെയൊക്കെ, അതായത് ഇപ്പം നിങ്ങൾ ഓർക്കണം ഞങ്ങളുടെയൊക്കെ നിലപാടെന്താണ്. ഞങ്ങൾ പറയുന്നതും പ്രവർത്തിക്കുന്നതും ഒന്നാണ്. പറയുന്നതും അല്ലല്ല, അത് വരട്ടെ, നിങ്ങൾ ധൃതി വിട്ടല്ലേ. പറയുന്നതും പ്രവർത്തിച്ച ഒന്നാണ് കോൺഗ്രസ്. പറഞ്ഞതും പ്രവർത്തിച്ചത് ഇവരൊക്കെ വർത്തമാനം മാത്രമേ ഉള്ളൂ. കാര്യത്തോട് അടുത്തപ്പോൾ ഇവരുടെയൊക്കെ നിലപാട് നിങ്ങൾ കണ്ടോ? കേരളത്തിലെ ജനങ്ങൾ ഇതൊക്കെ നോക്കി കാണണം. ഇതാണ് വ്യത്യാസം. ഇതാണ് നിലപാടെന്ന് പറയുന്നത്. അതാണ് ഇത്. എന്താ ഇത്? ആളെ പറ്റിക്കലാണ്, ആളെ കബളിപ്പിക്കലാണ്. മനസ്സിലായി? ഇത് ഇവിടെ ഇതിലൂടെ എക്സ്പോസ്ഡായത് ഗതാഗത മന്ത്രിയല്ല, കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാണ്. ഗതാഗത മന്ത്രി അറിയാം, അദ്ദേഹമാണ് കേരളത്തിലെ മുഖ്യമന്ത്രിയെ. CPM ഒക്കെയാണ് എക്സ്പോസ്ഡായത്. എന്താ ആവേശം വരുന്നത് മറ്റുള്ളവരുടെ കാര്യങ്ങൾ വരുമ്പോൾ? അല്ല, അത് പറഞ്ഞ കാര്യങ്ങളെല്ലാം നിലനിൽക്കുന്നില്ല. അത് അവരെ ആരും നിഷേധിച്ചിട്ടില്ലല്ലോ. ഇന്നലെ അവർ പറഞ്ഞല്ലോ ഞാൻ കേസ് കൊടുക്കാനൊന്നും പോകുന്നില്ല. അത് അവരുടെ തീരുമാനമാണ്, അത് അവരുടെ വ്യക്തിപരമായ തീരുമാനമാണ്. പക്ഷേ ഇങ്ങനെ ഒരു ഒഫൻസ് കമ്മിറ്റ് ചെയ്തു എന്നറിഞ്ഞാൽ പോലീസിനെ വിളിക്കുകയും ചെയ്തത്. പോലീസ് എന്താ ചെയ്യേണ്ടത്? നിയമം എന്താണ്? നാട്ടിൽ നിൽക്കുന്ന ക്രിമിനൽ നിയമങ്ങൾ എന്താണ്? ഒരു ഒഫൻസ് കമ്മിറ്റ് ചെയ്യപ്പെട്ടു എന്നറിഞ്ഞാൽ എന്താണ് പിന്നെ ചെയ്യേണ്ടത്? പോലീസ് എന്താണ് ചെയ്യേണ്ടത്? അല്ല, ഒത്തുതീർപ്പാവൂലല്ലോ. ക്രിമിനൽ കേസ് എങ്ങനെ ഒത്തുതീർപ്പാണ്? ഒരു ക്രൈം നടന്നു എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ പോലീസ് എന്താ ചെയ്യേണ്ടത്? എൻ്റെ സിമ്പിളായിട്ടുള്ള ലളിതമായ ചോദ്യമാണ്. ഒരു ക്രൈം നടന്നു, ആ ക്രൈം നടന്നു എന്ന് അറിഞ്ഞിട്ട് അത് ഒളിച്ചു വെച്ചാൽ അത് ഒഫൻസാണ്. ഇപ്പം ഞാൻ അറിയാണ് ഒരു ക്രൈം നടന്നു എന്ന് അറിഞ്ഞിട്ട് ഞാനത് ആരോടും പറയാതെ ഒളിച്ചു വെച്ചാൽ ഞാൻ ചെയ്യുന്നത് വേറെ ഒഫൻസാണ്. ഒളിച്ചു വെച്ചാൽ ക്രൈം നടന്നു എന്നറിഞ്ഞിട്ട് പോലീസ് എന്ത് ചെയ്തു? ഒരു ക്രൈം നടന്നല്ലോ. ഇതേ ക്ലോസ് തന്നെ ഈ ഗണേഷ് കുമാറിന്റെ UDFന്റെ ഭാഗമായിരുന്ന സമയത്ത് പിണറായി വിജയനും അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന VS അച്യുതാനന്ദനൊക്കെ തന്നെ ഉന്നയിച്ചിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായി അതാണല്ലോ എൻ്റെ ചോദ്യം, ആദ്യത്തെ ചോദ്യം. കുടുംബ പ്രശ്നമായിട്ട് ഇത് മാറ്റാൻ പോവുകയാണെങ്കിൽ കുടുംബ പ്രശ്നം മാത്രമായിരുന്നു അന്ന്. ഇത് കുടുംബ പ്രശ്നം മാത്രമല്ല, കുടുംബ പ്രശ്നം മാത്രമായിരുന്ന അന്ന് ഗണേഷ് കുമാർ ഉമ്മൻചാണ്ടിയും മന്ത്രിസഭയിൽ നിന്ന് രാജിവെക്കണമെന്ന് പറഞ്ഞ ആളാണ് പിണറായി വിജയൻ. അച്യുതാനന്ദൻ ഉൾപ്പെടെ എല്ലാവരും പറഞ്ഞാണ് രാജിവെക്കണമെന്ന്. ഇപ്പം ഇല്ല, ഇപ്പം സ്വന്തം മന്ത്രിസഭയിൽ നിന്നില്ല. ഉമ്മൻചാണ്ടി രാജിവെക്കാൻ ആവശ്യപ്പെടുകയും അദ്ദേഹം രാജിവെക്കുകയും ചെയ്തു. അല്ല, അതൊന്നും ഞാൻ പറയുന്നില്ല. മുഖ്യമന്ത്രി മൗനാവലംബിക്കയിൽ ഇതുപോലെ സ്വന്തം മന്ത്രിസഭയിലെ ഒരു അംഗത്തിനെതിരായിട്ട് ഗുരുതരമായ ആരോപണം വന്നിട്ട് അദ്ദേഹം സംസാരിക്കുന്നില്ലല്ലോ. ഒരു പത്രക്കുറിപ്പ് പോലും ഇറക്കുന്നില്ലല്ലോ. ഒരു FB പേജിൽ പോലും ഒരു കമന്റ് പറയുന്നില്ലല്ലോ. ഒരു തീരുമാനം പറയണ്ടേ മുഖ്യമന്ത്രിയുടെ? അല്ല, അത് അവരറിയിച്ച അവരെന്താ ചെയ്തതെന്ന് എനിക്കറിയില്ല. അവരല്ലല്ലോ നടപടി എടുക്കേണ്ടത്. ഞാൻ അവരെയൊന്നും ആവശ്യമില്ലാത്ത കാര്യത്തിലേക്ക് വലിച്ചിരിക്കുന്നില്ല. കുടുംബാംഗങ്ങളെയൊന്നും ഞാൻ ഇഴക്കുന്നില്ല. ഞാൻ അവരുടെ പേരൊന്നും പറയില്ല. അവരെന്താ ചെയ്തതെന്ന് എനിക്കറിയാം. എൻ്റെ കാര്യമില്ല, അന്വേഷിക്കേണ്ട കാര്യമില്ല. അവരല്ലല്ലോ ചെയ്യേണ്ടത്, പോലീസിനെ അറിയിച്ചല്ലോ. പിന്നെ മുഖ്യമന്ത്രിയുടെ മകളെ അറിയിച്ചോ മുഖ്യമന്ത്രി അറിയിച്ചോ എന്നുള്ളതൊന്നും ക്വസ്റ്റ്യൻ അല്ലല്ലോ. മുഖ്യമന്ത്രി അവരെയൊന്നും ഞാൻ വലിച്ചിഴക്കുന്നില്ല. ഞങ്ങളൊന്നും അത്തരം കാര്യങ്ങളൊന്നും അങ്ങനെയൊന്നും ഒരാളെ വഷളാക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഇറങ്ങി. പോലീസ് അറിഞ്ഞു, പോലീസിനാണ് അവർ വിളിച്ചത്. എന്നിട്ട് പോലീസ് വന്നിട്ട് എന്താ പോലീസ് ചെയ്ത്? പോലീസ് എന്ത് അന്വേഷണം നടത്തിയത്? ഒരു ക്രൈം നടന്നു എന്ന് അറിഞ്ഞിട്ട് എന്ത് അന്വേഷണം നടത്തിയത്? അതിന് ഉത്തരം പറഞ്ഞേ പറ്റുള്ളൂ. അതൊക്കെ ഉണ്ടല്ലോ, തീർച്ചയായിട്ടും. ആരോടും പറഞ്ഞില്ലല്ലോ. ഇത് പുറത്തു വന്നത് വേറെ മാർഗത്തിലൂടെയല്ലേ പുറത്തു വന്നത്, വേറെ ആളുകളല്ലേ ഇത് പുറത്തു കൊണ്ടുവന്നു. ഇതെല്ലാം പൂഴ്ത്തി വെച്ചല്ലോ.
ഇവരെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചല്ലോ. പിന്നെ അവര് തന്നെ, ഞങ്ങൾ പറഞ്ഞല്ലോ, ഞങ്ങൾക്ക് അറിയാമായിരുന്നു ഇങ്ങനൊരു സംഭവം നടന്നിട്ടുണ്ടെന്ന്. പക്ഷെ ഞങ്ങൾ പറഞ്ഞില്ല. എന്തുകൊണ്ടാണ് പറയാത്തത്? ഒരാളെ കുറിച്ച് അങ്ങനെ ഞങ്ങളൊരു അലിഗേഷൻ പറയാമോ? ആരെങ്കിലും പറഞ്ഞു കേട്ടിട്ട് ഞങ്ങൾ പറയുന്ന ആളല്ല. പക്ഷെ ഭാര്യ വന്ന് പറഞ്ഞപ്പോഴാണ് ഞങ്ങളൊക്കെ ആദ്യം പ്രതികരിച്ചത്, അല്ലേ? അല്ലാതെ ഞങ്ങളാരും ഞങ്ങളൊന്നും ആരുടെയും കുടുംബ പ്രശ്നങ്ങളിലേക്ക് ഇടപെടാറില്ല, അവരുടെ വിഷയങ്ങളിലേക്ക് ഇടപെടും. പക്ഷെ ഒരാളുടെ മന്ത്രിയായിരിക്കുന്ന ഒരാളുടെ ഭാര്യ വന്ന് ഗുരുതരമായ ഒരു ആരോപണം ഉന്നയിച്ചാൽ അതിൽ ഞങ്ങൾ പറയണ്ടേ? ഉറപ്പായിട്ടും നമ്മളത് ആവശ്യപ്പെടണമല്ലോ. ഞങ്ങൾ ചെയ്തില്ലെങ്കിൽ ഞങ്ങളെ ജനങ്ങൾ പരിഹസിക്കില്ലേ? അല്ല, അത് മന്ത്രിയല്ലല്ലോ തീരുമാനിക്കേണ്ടത്, മുഖ്യമന്ത്രിയല്ലേ തീരുമാനിക്കേണ്ടത്. അല്ല, അതല്ല, മുഖ്യമന്ത്രി പറയട്ടെ രാജിവെക്കേണ്ട ആവശ്യമില്ല ഈ കേസിലെന്ന് പിണറായി വിജയൻ ഒന്ന് പറയട്ടെ, കേരളത്തിലെ ജനങ്ങളോടൊന്ന് പറയട്ടെ. അപ്പൊ ഞങ്ങൾ ബാക്കി കൂടി പറഞ്ഞുതരാം. ഈ വിഷയത്തിൽ അതേ ചോദിച്ചത് 2013 ഇതായിരുന്നില്ലല്ലോ. സ്വന്തം മന്ത്രിസഭയിലെ വല്ലവരുടെ മന്ത്രിസഭയിലാവുമ്പോ ഇതാവാം, സ്വന്തം മന്ത്രിസഭയിലാവുമ്പോ ഇതൊരു കുറ്റകൃത്യം അല്ല എന്നാണ്, ഇരട്ടത്താപ്പാണ്. മനസ്സിലായില്ല? അപ്പൊ ഞങ്ങൾ ആ കപ്പം പിടിച്ചുകൊണ്ടിരിക്കുന്ന പടത്തിന്റെ അടിയിൽ ഞങ്ങളും സമൂഹ മാധ്യമങ്ങളിൽ ഞങ്ങളും അടിക്കുറിപ്പിടാം. ഞാൻ അതിനുവേണ്ടി കാത്തിരിക്കുക.